കോൺഗ്രസ് പാർട്ടിയുടെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ തന്നെയാണ്. ആദ്യം യുനാനിമസ് ആയിട്ട് നമ്മളൊരു പ്രമേയം പാസ്സാക്കുകയും കോൺഗ്രസ് പ്രസിഡന്റിന് ആ തീരുമാനമെടുക്കാനുള്ള പ്രമേയം പാസ്സാക്കും. പിന്നീട് AICC ഒബ്സർവർമാർ വളരെ കൃത്യമായി വ്യക്തിപരമായി തന്നെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ആരാഞ്ഞിട്ടുണ്ട്. അതെല്ലാം വ്യക്തിപരമായി തന്നെ അവരോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ആ തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലത് കോൺഗ്രസ് പ്രസിഡന്റാണ്. ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിന് ഈ തീരുമാനമെടുക്കാൻ വേണ്ടി റെസൊല്യൂഷൻ ഐകകണ്ഠേന പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡന്റ് എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ തീരുമാനം കോൺഗ്രസ് പ്രസിഡന്റ് എടുക്കുമ്പോൾ ഞങ്ങൾ അത് അംഗീകരിക്കും. ഈ ഫ്ലക്സ് യുദ്ധം നമ്മൾ സംസ്ഥാനത്ത് ഉടനീളം കണ്ടതാണ്. പക്ഷേ ചർച്ചയ്ക്കിടയിൽ KPCC അനുകൂലമായ ഒരു ഫ്ലക്സ് അല്ല, ഇത് നമുക്കറിയാലോ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരെ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ പ്രവർത്തകരുണ്ടാവും. ആ പ്രവർത്തകരൊക്കെ അവരുടെ സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടാവും. അപ്പം അതിനെ അതാത് സെൻസിലെടുത്താൽ മതി. അതിനൊന്നും അത്ര വലിയ എന്താ പറയുക മറ്റൊരു പ്രാധാന്യം കൊടുക്കേണ്ട. പ്രവർത്തകരുടെ വികാരം ഉണ്ടാവും. പ്രവർത്തകർ പല രീതിയിൽ കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ കാഴ്ചപ്പാടുള്ളവർ അവരുടെ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നുണ്ടാവും. അത് അല്ല, അങ്ങനെയല്ല. അപ്പോൾ ഓരോ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയും, അവരെ സ്നേഹപ്രകടനങ്ങൾ നടത്തും. പിന്നെ കോൺഗ്രസ് പാർട്ടിയല്ലേ, ജനാധിപത്യമുള്ള പാർട്ടിയിൽ ഇങ്ങനെയുള്ള പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഞങ്ങൾ വളരെ പോസിറ്റീവായി മാത്രം കാണുന്ന പാർട്ടിയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഞാൻ ഒരൊറ്റ പക്ഷത്തെ നിൽക്കുന്നുള്ളൂ. എൻ്റെ തീരുമാനവും എൻ്റെ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ്. അത് രാഹുൽ ഗാന്ധിയുടെ പക്ഷമാണ്, വേറൊരു പക്ഷമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.